ന്യൂസ് ടുഡേയിൽ വിശദമായ ആലപ്പുഴയിൽ നടക്കുന്ന കയർ കേരള 2016 ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. കയറ്റുമതിക്കാരുടെയും സ്വകാര്യ ഉപഭോക്താക്കളുടെയും വർദ്ധിച്ച താൽപര്യം കണക്കിലെടുത്ത വിപുലമായ ഒരുക്കങ്ങളാണ് ആലപ്പുഴയിൽ നടത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ തന്നെ പുരാണമായ തുറമുഖങ്ങളിലൊന്നായ ആലപ്പുഴയുടെ ഖ്യാതി പുനഃസൃഷ്ടിച്ചാണ് പായ്ക്കപ്പലിന്റെ മാതൃകയിൽ അന്താരാഷ്ട്ര പവലിയൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. 50,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ തയ്യാറാക്കിയ ഈ പന്തലിൽ 125ഓളം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. കയർ കേരളയിലെ വിദേശ പ്രതിനിധികളെ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഈ പവലിയൻ പൂർണ്ണമായും ശീതീകരിച്ചതുമാണ്. മേളയ്ക്കെത്തിയ വിദേശ പ്രതിനിധികളടക്കമുള്ളവർ ഇവിടുത്തെ വിവിധ സംവിധാനങ്ങളിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തി. This is my 4th year at Kerala. Improves every year. Very impressed with the facility, the setup. Air conditioning this year much better. We started doing business 3 years ago and we're increasing every year. Very good program. We're happy to be here. We love India. ദേശീയ വിപണനവും പ്രദർശനവും ലക്ഷ്യമാക്കി നിർമ്മിച്ചിരിക്കുന്ന രണ്ടാമത്തെ പവലിയൻ പരമ്പരാഗത കേരളീയ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 18,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ പവലിയനിൽ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ മേഖലയിൽ നിന്നുള്ള 128ഓളം സ്റ്റാളുകൾ പ്രദർശനത്തിനായുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇതുപോലെയുള്ള ഫെസ്റ്റുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഒരു ഗ്രാമീണ തലങ്ങളിലേക്ക്, ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മളിത് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റ് എന്നുള്ള നിലയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇവിടെ വരുവാനും ഇത് കാണുവാൻ, നമ്മുടെ പ്രോഡക്റ്റ് കാണുവാനും മനസ്സിലാക്കുവാനും അവർക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരമാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഒരു കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, വർധനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് കൂടുതൽ ഫെസ്റ്റുകൾ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ സംഘടിപ്പിച്ചാൽ നല്ല വിറ്റുവരവ് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രകൃതിദത്ത സ്വാഭാവിക നാരുകളുടെ ഉൽപാദന വൈവിധ്യം സാധാരണക്കാർക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനും ദേശീയ പവലിയനിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കയർ കേരളയുടെ മുഖ്യ സംഘാടകരായ ദേശീയ കയർ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേക പവലിയനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2,000 ചതുരശ്ര അടിയിലുള്ള ഈ പവലിയനിൽ കയർ മേഖലയിലെ നൂതന നിർമ്മാണ രീതികളും സംസ്കരണ രീതികളും വികസന നേട്ടങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജയ്ഹിന്ദ് ന്യൂസ്, ആലപ്പുഴ. കയർ ബോർഡ് ആസ്ഥാനം കേരളത്തിൽ നിന്ന് മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം തെറ്റായിട്ടുള്ളതാണെന്ന് മന്ത്രി അടൂർ പ്രകാശ്. കേരളത്തിൽ തുടക്കം കുറിച്ച കയർ ബോർഡിന്റെ ആസ്ഥാനം മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ എംപിമാർ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ പ്രതിഷേധിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. കയർ ബോർഡ് ഒരുപക്ഷെ കേരളത്തിലാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്. ഇത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കയർ ബോർഡിന്റെ ആസ്ഥാനം ഇവിടെ നിന്ന് മാറ്റണം എന്ന് കേന്ദ്ര സർക്കാർ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. പക്ഷെ അത് പരിഹരിക്കാൻ നമ്മുടെ എംപിമാരടക്കമുള്ള ആളുകൾക്ക് പാർലമെന്റിൽ അത് ശക്തമായി അതിന് വാദങ്ങൾ ഉന്നയിക്കാൻ കഴിയും. ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിച്ചിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അത് മാറ്റിക്കൊണ്ടു പോകാൻ പാടില്ല എന്ന് ശക്തമായ നിലപാട് എംപിമാർ എന്നുള്ള നിലയിൽ എടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.